ഇന്ന് എല്ലാവർക്കും സംഗീത ഉപകരണങ്ങൾ മാക്സിമം കയ്യിൽ കൊണ്ട് നടക്കാൻ പറ്റുന്ന രൂപത്തിലുള്ളതാണ് എല്ലാവർക്കും താല്പര്യം. ഇപ്പൊ ശ്രുതി ബോക്സ്, തമ്പുരു ബോക്സ് തന്നെ പാക്കറ്റ് ഇട്ടുകൊണ്ട് പോകാൻ പറ്റുമെന്നാണ് എല്ലാവരും നോക്കുന്നത്. ആരൊക്കെ ഇത് കണക്കുള്ള വലിയ തമ്പുരിന്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ ഒരു കണക്കിന് ഇതൊക്കെ കൊണ്ടു നടക്കാനൊക്കെ ഇച്ചിരി പാടാണ്. എന്നിരുന്നാലും ഒരു ഒറിജിനൽ തമ്പുരു ഒരു സംഗീത കച്ചേരിയുടെ പുറക്കെ ഇരിക്കുമ്പോഴത്തേക്ക് ഉണ്ടാവുന്ന ഒരു ഭംഗി ഇനി വേറെ എന്ത് സംഭവം, എത്ര ശ്രുതി ബോക്സാ തമ്പുരു ബോക്സാ എത്ര കൂടിയ സാധനം ഇരുന്നാലും അതിന്റെ ഭംഗി ഒരു കാരണവശാലും കിട്ടത്തില്ല. പിന്നെ ഇത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. തമ്പുരു ശ്രുതി ഇറക്കുന്നൊക്കെ പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതൊക്കെ ഉദ്ദേശിച്ചിട്ടാണോ എന്ന് അറിയത്തില്ല. എന്തായാലും ആരും ഇപ്പൊ അധികം സംഗീത കച്ചേരിക്ക് തമ്പുരു ഉപയോഗിക്കാറില്ല. പകരം ഫ്രണ്ടിലൊരു കൊച്ചു പെട്ടി, അത് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. തമ്പുരു ഉപയോഗിക്കുമ്പോഴത്തേക്ക് നമുക്ക് ട്യൂൺ ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടാണ്. അത് എളുപ്പം ട്യൂൺ ചെയ്യാൻ പറ്റും, നിങ്ങൾക്കും പറ്റും, നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റും. അല്ലാതെ എനിക്ക് മാത്രമല്ല, എല്ലാവർക്കും തമ്പുരു ട്യൂൺ ചെയ്യാൻ എളുപ്പം. ഇപ്പൊ ജസ്റ്റ് ഏതെങ്കിലും ഒരു ആധാര ഷഡ്ജം എടുത്തു, അതിനെ സാരണ എന്ന് പറയും, രണ്ടാമത്തെ കമ്പി. അതാണ് ഷഡ്ജം, ആധാര ഷഡ്ജം. സാരണ, തൊട്ടടുത്ത അനുസാരണ. ചേർന്ന് കഴിഞ്ഞു. അതായത് സാരണ മീട്ടിക്കൊണ്ട് ഒന്നുകൂടെ ഞാൻ കേൾപ്പിച്ചുതരാം. ഇപ്പൊ ഇറക്കി സാരണ നീട്ടിക്കൊണ്ട് അനുസാരണ കയറ്റി കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ ചെവി പറയും അത് മതിയെന്ന് പറയും. അതിൽ നിന്ന് കിട്ടും പഞ്ചമം, അതായത് അതിന്റെ ഹാർമോണിക് നോട്ട്. ഇവിടുന്ന് കിട്ടും പഞ്ചമം. പഞ്ചമമായി, സാരണയായി, അനുസാരണയായി. പിന്നെ അടുത്ത മന്ത്രം എന്ന് പറയും. അപ്പൊ നമ്മൾ 3 കമ്പിയുടെ പേര് പഠിച്ചു: പഞ്ചമം, സാരണ, അനുസാരണ. അടുത്തത് മന്ത്രം, അതായത് ഷഡ്ജത്തിന്റെ മന്ത്രസ്ഥായ ഷഡ്ജം. പിന്നെ ഇവിടെ 4 മണിക്കായകളുണ്ട്. ഇപ്പൊ മിറാജ് തമ്പുരു ആകുമ്പോഴത്തേക്ക് അവര് ഒട്ടകത്തിന്റെ എല്ല് വെച്ചുണ്ടാക്കിയ ഡെക്കറേറ്റീവ് ആയിട്ടുള്ള സാധനങ്ങളാണ് മണിക്കായ ഉപയോഗിക്കുന്നത്. നമ്മുടെ സരസ്വതി തമ്പുരുവിലാണെന്നുണ്ടെങ്കിൽ അതിന് പകരം ചെറിയ മുത്തുകളായിരിക്കും. പണ്ട് ആനക്കൊമ്പിലായിരുന്നു മുത്തൊക്കെ ചെയ്യുന്നത്. ഇപ്പൊ അതൊക്കെ വേണം ചെയ്തതുകൊണ്ട് അതൊന്നും കിട്ടത്തില്ല. അതിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ശ്രുതി സെറ്റ് ചെയ്യാൻ പറ്റും. ഇനി ജീവ വയ്ക്കുന്നതാണ് എന്റെ മെയിൻ കണ്ടന്റ്. സാധാരണ എല്ലാവരും തമ്പുരുവിൽ ജീവ വയ്ക്കുന്നത് ഇതുപോലുള്ള കനത്ത ടോയിൻ കണക്കൊരു സാധനം വയ്ക്കുന്നത്. ചിലർ ഇതിൽ നിന്നും കനമുള്ളത് വയ്ക്കും. ചിലർ നമ്മൾ തയ്ക്കുന്ന നൂല് തന്നെ ഒരു 10-12 മടക്കൊക്കെ ഇട്ട് ജീവ വയ്ക്കുന്നതാണ്. അതിന്റെ ഒന്നും ആവശ്യമില്ല, ഈ കനത്തിന്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ സാധാരണ നൂലുണ്ടല്ലോ, തയ്ക്കുന്ന നൂലുണ്ടല്ലോ, അതുണ്ടെങ്കിലും ഇപ്പൊ സാധാരണ മെഷീനിലിടുന്നൊരു നൂലായത്, ഇതുണ്ടെങ്കിലും ജീവ നല്ല ഭംഗിയായിട്ട് കേൾപ്പിച്ചറിഞ്ഞു. ജീവയായി കഴിഞ്ഞു. വെറും ഒരു നേരത്തെ നൂല് വെച്ച് നമുക്ക് ജീവ വയ്ക്കാൻ പറ്റും. അത് ബ്രിഡ്ജ് പെർഫെക്റ്റ് ആയിരിക്കണം. ബ്രിഡ്ജ് പെർഫെക്റ്റ് ആണെങ്കിൽ മാത്രമേ കേട്ടോളുക. പഞ്ചമം ഓക്കെ ആയി, സാരണ ഓക്കെ ആയി. അടുത്തത് അനുസാരണ. നിങ്ങൾക്കൊക്കെ ഇത് പരീക്ഷിച്ച് നോക്കാം. ഒരു തമ്പുരുവൊക്കെ ഉണ്ടെങ്കിൽ ഇത് പരീക്ഷിച്ച് നോക്കാവുന്നേ ഉള്ളത്. അടുത്ത അനുസാരണ. അനുസാരണയിൽ കൂടെ നമുക്ക് ജീവ വെച്ച് നോക്കാം. ജീവ വെച്ച് തീർന്നിട്ട് നമുക്ക് മൈന്യൂട്ട് ട്യൂൺ ചെയ്യണം. ഈ കേൾക്കുന്ന മഫിൾഡ് ടോണാണ് നമുക്ക് ജീവയായിട്ട് ഇനി കേൾക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ചോ? ഇനി അടുത്തത് മന്ത്രഷഡ്ജം.
എല്ലാത്തിനും ഈ കൊച്ചു നൂല് മതി. കണ്ടോ, ആ ജീവ വന്നപ്പോഴത്തേക്ക് അതിൻ്റെ ഒരു വ്യത്യാസം വന്നത് കണ്ടോ. ആ മന്ത്രത്തിൻ്റെ അവസാനം സാധാരണ ഗാന്ധാരം അന്തരഗാന്ധാരം ധ്വനിക്കണം. അപ്പോഴാണ് അതിൻ്റെ സുഖം വരുന്നത്. ഈ നേരത്തെ നൂല് വെച്ച് നമുക്ക് ആ ജീവ വെച്ചതിൻ്റെ രീതിയാണ്. ഇനി ഏത് തമ്പുരു ബോക്സ്, എത്ര കൂടിയ തമ്പുരു ബോക്സ് വെച്ചാലും തമ്പുരുവിനൊപ്പം ആകുകയല്ല. ഉപ്പിലിട്ടതും ഉപ്പുമായിട്ടുള്ള വ്യത്യാസം. ഉപ്പോളമാകുമ്പോൾ ഉപ്പിലിട്ടതെന്നൊരു ചോദ്യമില്ലേ, അതുപോലെ തന്നെ ഇതാകുമ്പോഴത്തേക്ക് അതും വേറൊരു വിശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാച്ചുറൽ തമ്പുരു തറയിൽ നമ്മൾ ഭൂമിയിൽ തൊട്ട് വയ്ക്കുന്നതും നമ്മുടെ മടിയിൽ വെച്ച് മീട്ടുന്നതും രണ്ടും രണ്ട് ടോണാണ്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇത് ഭൂമിയിൽ വെച്ച്, ഇനിയിപ്പോൾ മടിയിൽ വെച്ചുള്ള ശബ്ദം കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചു, എന്താണ് വ്യത്യാസം? അത് അന്തരഗാന്ധാരം ഏർപ്പിക്കുക. അപ്പം മടിയിൽ വയ്ക്കുമ്പോഴത്തേക്ക് ഒരിക്കലും ഭൂമിയിൽ വെച്ച് അത്രയും ടോണ് കിട്ടത്തില്ല. എന്താണ് സയൻസ് എന്ന് ചോദിച്ചതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഭൂമിയിൽ വെച്ച് നമ്മൾ തറയിൽ തൊട്ട്, ഭൂമിയിൽ തൊട്ട് നമ്മൾ തമ്പുരു മീട്ടുമ്പോഴത്തേക്കുള്ള നാദം അതൊരു സ്വർഗം തന്നെ. ഇനി ഇതുപോലുള്ള സംഗീത ഉപകരണങ്ങളുടെ വിശേഷങ്ങൾ നമുക്കിനിയും പങ്കുവയ്ക്കാം. എല്ലാവർക്കും നമസ്കാരം.